എല്ലാവർക്കും ഡ്രാമ റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു ചൈനീസ് ഡ്രാമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ ഡ്രാമയുടെ മെയിൻ ഹീറോ വന്നിട്ട് ഒരു സ്വിമ്മറാണ്. സ്വിമ്മിങ് കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവൻ വളരെ ടയേർഡും വീക്കും ആയിട്ടുണ്ടായിരുന്നു. ഈ പെൺകുട്ടി വന്ന സമയത്ത് അവൻ പൂളിൻ്റെ സൈഡിലായിട്ട് ബോധമില്ലാതെ കിടക്കുന്നതാണ് കാണുന്നത്. പെട്ടെന്ന് തന്നെ അവൾ പാനിക്കാവുന്നുണ്ട്. അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് അവന് CPR ഒക്കെ കൊടുക്കുകയാണ്. ഒരു നിമിഷത്തേക്ക് അവന് ബോധം വരുന്നുണ്ട്. ആ ബോധം വരുന്ന സമയത്ത് ഇതിനു മുമ്പും അവനെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ച ഒരു ഓർമ്മ അവന് വരികയാണ്. ഒരു കുട്ടി ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാറ് വന്ന് ഇടിക്കാൻ പോകുമ്പോൾ ആ കുട്ടിയെ ഇവൻ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവന് കാറ് വന്ന് ഇടിക്കുകയും അവന് അപകടം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ബോധം പോയ സമയത്ത് ഈ പെൺകുട്ടിയാണ് അവനെ രക്ഷിക്കുന്നതും ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതും ഒക്കെ. ആ സമയത്താണ് അവൻ ആദ്യമായിട്ട് അവളെ കാണുന്നത്. പക്ഷേ അവന് ഫേസ് ക്ലിയറായിട്ട് ഓർമ്മയുണ്ടായിരുന്നില്ല. ഈ ഒരു ഇൻസിഡൻറ്റോട് കൂടി അവന് ഫേസ് ക്ലിയറായിട്ട് ഓർമ്മ വരുന്നുണ്ട്. ഇവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് ഇവൻ കണ്ണ് തുറക്കുമ്പോൾ ഈ പെൺകുട്ടി അവൻ്റെ അടുത്തുണ്ടായിരുന്നു. CPR കൊടുത്തിട്ടും ഇവൻ വീണ്ടും ബോധം കെട്ട് പോയതുകൊണ്ട് തന്നെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവന് പനിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഡോക്ടർ അവന് ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്ത് ട്രിപ്പൊക്കെ കൊടുത്തിട്ട് അവിടെ കിടത്തിയിരിക്കുകയായിരുന്നു. ഈ പെൺകുട്ടിയും അവൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് ആദ്യം കാണുന്നത് ഇവളെയാണ്. ആ സമയത്താണ് ഇതിനു മുമ്പ് ഇവനെ രക്ഷിച്ച സീനൊക്കെ അവൻ ഓർക്കുന്നതും. അങ്ങനെ ഇവൻ്റെ അടുത്തുള്ള ഇഷ്ടം അവന് കൂടി വരുന്നുണ്ടായിരുന്നു. ഒരു നല്ല സീനായിരുന്നു. കണ്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഡ്രാമയുടെ കൂടുതൽ എപ്പിസോഡ് കാണാൻ എനിക്ക് താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ഇനി കൂടുതൽ സീൻസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ ഒരു ഒറ്റ സീൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ റിവ്യൂ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്നതും. ഈ ഡ്രാമ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ എപ്പിസോഡ് ഇതിൻ്റെ 6 സീൻസ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ചൈനീസ് ഡ്രാമയാണോ തായ് ആണോ അതോ കൊറിയൻ ഡ്രാമയാണോ കാണാൻ കൂടുതൽ ഇഷ്ടം? അതൊന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് കൂടുതൽ കൊറിയൻ ഡ്രാമയും ചൈനീസുമാണ് ഇഷ്ടം. റിയൽ ഡ്രാമയിലാണെങ്കിൽ തായ് കൊറിയനും കാണാനാണ് എനിക്ക് താല്പര്യമുള്ളത്. ഞാൻ കൂടുതൽ എൻ്റെ കണ്ടൻറ്റൊക്കെ ചെയ്തിട്ടുള്ളത് തായ് ഡ്രാമ റിലേറ്റഡ് ആണ്. തായ് ഡ്രാമ റിലേറ്റഡ് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല വ്യൂസും കിട്ടാറുണ്ട്. ഡ്രാമയിലെ 2 ക്യാരക്ടറും മെയിൻ ക്യാരക്ടറായ ഈ പെൺകുട്ടിയും ഈ ഹീറോയും കാണാൻ നല്ല മാച്ചിങ് ആണ്. അവരുടെ കെമിസ്ട്രി നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നുണ്ടായിരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.